ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിദ്യ BS. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപതയിലെ ഉണ്ടൻകോട് ഇടവകയിൽ നിന്നാണ്. ഇപ്പോൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് പാമ്പനാർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2022 ഒക്ടോബർ 17-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 8 പുതുക്കൽ കഴിഞ്ഞു. വളരെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ നിന്നാണ് ഈ ഉടമ്പടി എടുക്കാനായി ഇവിടെ കടന്നു വരുന്നത്. ഞങ്ങളുടെ BCCയിലെ ഒരു ആൻറ്റിയുടെ വിശ്വാസ സാക്ഷ്യം കേട്ടിട്ടാണ് ഈ അൾത്താരയിലേക്ക് കടന്നു വരുന്നത്. ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാം നിയോഗമായിട്ട് സമർപ്പിച്ചിരുന്നത്, ഹൈസ്കൂൾ അധ്യാപികയായിട്ട്. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ നേടി ഒരു 13 വർഷത്തോളമായി ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ലഭിച്ചിരുന്നില്ല. ഉടമ്പടി എടുത്ത ശേഷം വിശ്വാസ തൈലം പൂശി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഉടമ്പടി എടുത്ത് 1 വർഷമായപ്പോഴേക്കും ഒരു PSC എക്സാം വിളിച്ചിരുന്നു. അതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തതും പ്രാർത്ഥിച്ചിട്ടായിരുന്നു. ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത്. മറ്റൊരാളോടും അഭിപ്രായം ചോദിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ പീഠത്തിന് മുന്നിലിരുന്ന് ലോട്ടിട്ടായിരുന്നു ഇടുക്കി ജില്ല സെലക്ട് ചെയ്തത്. ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ എക്സാം ആകുമ്പോഴേക്കും അവിടെ 16 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായി അറിയാൻ സാധിച്ചു. അതുതന്നെ വലിയ അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഡിസംബർ 7-ാം തീയതി നമ്മുടെ കൃപാസനത്തിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഒരു ഗുഡ് ന്യൂസ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്നായിരുന്നു ആദ്യമായി PSCയിൽ നിന്നും ഇതിനായി ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ഉറപ്പായിരുന്നു ഈ ജോലി ലഭിക്കുമെന്ന്. കാരണം PSCയിൽ 1-ാം റാങ്ക് ലഭിച്ചാൽ പോലും നമുക്ക് ജോലി ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇത് ആ ദിവസം കിട്ടിയ സന്ദേശമായതുകൊണ്ട് ഉറപ്പായിരുന്നു. പരീക്ഷയും നല്ല രീതിയിൽ പഠിച്ചിട്ടല്ല ഈ പരീക്ഷയ്ക്ക് പോയതെങ്കിലും അമ്മയുടെ കാരുണ്യം കൊണ്ട് വളരെ നല്ല രീതിയിൽ പരീക്ഷ വളരെ സന്തോഷത്തോടെ എഴുതി പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ ജോലി ലഭിക്കുന്നത് അഡ്വൈസ് ലഭിക്കുന്നത് ഒക്ടോബർ 17 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അതേ ദിവസം 2 വർഷം കഴിഞ്ഞ് അതേ ദിവസം ഒക്ടോബർ 17 DD ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ സൈൻ ചെയ്യുന്നത്. അതുതന്നെ എൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അതുവരെയുള്ള അനുഭവമല്ല, ഇവിടെ കൃപാസനത്തിൽ വന്നതിൻ്റെ സമ്മാനമാണ്, അമ്മ തന്ന സമ്മാനമാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഒക്ടോബർ 17. 13 വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ജോലിക്കായിട്ട്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വലത് കൈയിൽ ചെറുവിരലിനടുത്തായി ഒരു എല്ല് വളർച്ചയുണ്ടായിരുന്നു. അത് നീളം കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞങ്ങളിവിടെ ഉടമ്പടി പുതുക്കലിന് വന്ന് മടങ്ങിപ്പോകുന്ന വഴിക്ക് അത് പൂർണ്ണമായും ഭേദമായത് മനസ്സിലാക്കി. പക്ഷേ അതിനുശേഷം വന്ന് സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞില്ല. അത് വീണ്ടും ആ മുഴ അല്ല, ഒരു ചെറിയൊരു എല്ല് വളർച്ച അത് വീണ്ടും രൂപപ്പെട്ടു. പക്ഷെ അത് ഇനി സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വീണ്ടും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായും ആ വിരലിൽ അതിനൊരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് പൂർണ്ണമായും സൗഖ്യമായിരുന്നു. പിന്നെ അതിനുശേഷം വരുന്നത് കൂൾ എക്സാം ആയിരുന്നു. അതായത് അധ്യാപക പ്രൊബേഷൻ പൂർത്തിയാക്കണമെങ്കിൽ അതിന് കൂൾ എന്ന് പറയുന്നൊരു IT പരീക്ഷ നമ്മളത് പാസ്സായിരിക്കണം. എനിക്കൊരു 20 മിനിറ്റ് കമ്പ്യൂട്ടറിന് മുന്നിൽ ചിലവഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടെ ഉടമ്പടി തൈലവും ഇതെല്ലാം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല രീതിയിൽ വിജയകരമായി ഈ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചു. അടുത്തതായി ഞങ്ങൾക്ക് ഈ സ്കൂള് ലഭിക്കുന്നത് ഇടുക്കി ജില്ലയായതുകൊണ്ട് അത്യാവശ്യം ഫോറസ്റ്റ് ഏരിയ കൂടുതലാണ്. അപ്പോൾ അവിടെ അവശ്യ സാധനങ്ങളുടെ വാങ്ങാനും ഉള്ള സൗകര്യവും അതിനേക്കാളുപരി ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് പള്ളി അടുത്തായിരിക്കണമെന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അത് നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഏറ്റവും നല്ലൊരു സ്കൂളിനടുത്ത് തന്നെ ദേവാലയവും ദിവസവും ദിവ്യബലി പങ്കെടുക്കാൻ തരത്തിന് തൊട്ടടുത്ത് ദിവ്യബലി പള്ളിയുള്ള ഒരു സ്കൂൾ തന്നെ ലഭിച്ചു. പലരും ആ സ്കൂളിൽ അവസരം ലഭിക്കുന്നതിന് ശ്രമിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് സാധിച്ചു. തലയിൽ ഒരു ചെറിയൊരു മുഴ ഒരു 5-6 വർഷമായിട്ട് ഉണ്ടായിരുന്നു. അത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം വേദനയില്ലാത്ത മുഴ ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് പലരും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ നെഗറ്റീവായിരുന്നു. അതും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ കാരുണ്യത്താൽ സംഭവിച്ചു. വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്
കർത്താവിൻ്റെ സംരക്ഷണത്തിനായി പ്രത്യേക നിയോഗം എഴുതി പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഒരു 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പാമ്പനാർ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോകാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഫോറസ്റ്റ് കടന്നു വേണം പോകാൻ. മൂടൽമഞ്ഞുണ്ടാവും, രാത്രി യാത്രകളൊക്കെ. ഞങ്ങൾ ഹൈറേഞ്ച് യാത്ര പ്രധാനമായിട്ടും ഒരു ഭാഗത്ത് ചെങ്കുത്തായ പാറയും മറുവശത്ത് കൊക്കയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകളിൽ ഞാനും മക്കളും സ്ഥിരം അതുവഴി യാത്ര ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട്. യാതൊരു അപകടവുമില്ലാതെ വളരെ പ്രതിസന്ധിയായിട്ടുള്ള യാത്രകളായിരുന്നു, വളരെ ബുദ്ധിമുട്ടായ യാത്രകൾ. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ ആ യാത്രകൾ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. അതിനകത്ത് ഈ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രിൻ്റുകൾ അതിനകത്ത് വെച്ചായിരുന്നു ഇത് കൊടുത്തിരുന്നത്, പത്രം കൊടുത്തിരുന്നത്. പിന്നെ ഈ ഉടമ്പടി പത്രം നമുക്ക് തരുന്ന കവറുകൾ, ആ കൃപാസന കവറുകൾ, അതിനകത്ത് നിത്യോപയോഗ സാധനങ്ങൾ വെച്ച് പാവപ്പെട്ടവർക്കൊക്കെ വിതരണം ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു BCC കൂട്ടായ്മയ്ക്കുള്ളിൽ ഞങ്ങൾ ഈ അനുഭവങ്ങളൊക്കെ ആദ്യം BCC ലീഡറായിരുന്നു ഞാൻ. ആ സമയത്ത് ഞങ്ങളവിടെ അതിനുള്ള അവസരം കൊടുത്തിരുന്നു എല്ലാവർക്കും. വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസ പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അതിനുള്ള അവസരം കൊടുക്കുകയും എല്ലാവരും അവരവരുടെ ദൈവിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങളുടെ ഇടവകയിൽ വളരെ ഒരു വിശ്വാസ സമൂഹമായിട്ട് വളരാനും തുടങ്ങി. ഉടമ്പടി ധ്യാനം ഓരോ ഉടമ്പടി ധ്യാനവും ഞങ്ങൾക്ക് ലൈഫിൽ ഓരോ പ്രശ്നങ്ങളും അതിനുള്ള ഉത്തരമായിരുന്നു ശരിക്കും ഞങ്ങൾക്ക് ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ മടിയായിരുന്നു ഈ യൂട്യൂബ് ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കാനായിട്ട്. പക്ഷേ വളരെ നല്ല രീതിയിൽ വളരെ ഇൻട്രസ്റ്റോടെ കേൾക്കാൻ സാധിച്ചതും വളരെ നല്ലൊരു കാര്യമായിരുന്നു. കുമ്പസാരവും അതിനു മുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ കൃപാസന ഉടമ്പടി എടുത്ത ശേഷം വളരെ വിശ്വാസപൂർവ്വം അതും ഫോളോ ചെയ്തു വരുന്നു. പിന്നെ ഇതുപോലെ പരമാവധി നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ സാധിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അർപ്പിക്കുന്നു.